ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയ സമയത്ത് UDF-കാർക്കാണോ ടീച്ചറോട് കൂടുതൽ സ്നേഹം തോന്നിപ്പോവുകയാണ്? കാരണം ടീച്ചറെ മാറ്റിയത് പേരാവൂരിലേക്ക് മാറ്റിയത് മറ്റ് ലക്ഷ്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. ആ സ്നേഹത്തിന് പ്രത്യേക നന്ദി. പേരാവൂരിലേക്ക് മാറ്റിയതിന് ആരും വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പേരാവൂർ. ഇരട്ടിക്കടുത്തുള്ള മാടത്തിലാണ് ഞാൻ ജനിച്ചത്. അത് MLA-യും ആയിരുന്നു. ആറളം പാലം, ജബ്ബാർ കടവ് പാലം, ബാരാപ്പോൾ വൈദ്യുത പദ്ധതി, കാളികയം പാലം, കണിച്ചാറിൽ, ഇതൊക്കെ അന്ന് ഞാൻ MLA ആയപ്പോൾ ആ ചെറിയ പീരീഡിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ജനങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ സ്വന്തം നാടാണ്. അപ്പം ജനിച്ചു വളർന്ന സ്ഥലം എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ ഇവിടെയാണ് പിന്നെ താമസിച്ചിരുന്നത്, പായം പഞ്ചായത്ത്. ഇനി അത് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കളരിയാണിത്. ചെറുപ്പത്തിലെ മഹിളാ അസോസിയേഷൻ, അതുപോലെ തന്നെ DYFI, അന്ന് KSYF, അതിൻ്റെ എല്ലാം പ്രവർത്തനം, പാർട്ടി ബ്രാഞ്ച് മാടത്തിലാണ് ഞാൻ പാർട്ടി മെമ്പറാവുന്നത്. അപ്പോൾ ഒന്നുമല്ല, രാഷ്ട്രീയ കളരി പേര് അവരൊക്കെ ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തനം, മഹിളാ അസോസിയേഷൻ പ്രവർത്തനത്തിനൊക്കെ വരുന്നതാണ്. ഒരുപാട് മുഖങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് അപ്പുറമായപ്പോൾ കുറച്ചൊരു പിന്നെ ഇടയ്ക്കിടെ വരാൻ കഴിയുന്നില്ല. പലരും ഓടി വന്നിട്ട് ഇത് പഴയ ഇന്നയാളാണ് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് പേരാവൂർ എൻ്റെ സ്വന്തം നാടാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇക്കുറി ഒരു മാറ്റത്തിന് തയ്യാറാവണം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ അവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്കൊരു വോട്ട് ചെയ്താൽ നിങ്ങളുടെ കൂടെ നിന്ന് പേരാവൂരിൻ്റെ വികസനത്തിന് അല്ലേ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പ് തരികയാണ്. UDF-കാരെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇത് പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് അവർ പറയുന്നത്. 3400 വോട്ടിനാണ് ഞാൻ ഒരു തവണ പുതുക്കിയ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. അന്ന് വലിയ തോതിൽ വോട്ട് ഞങ്ങളുടേത് കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി ചെയ്താൽ അവർ ജയിക്കുന്ന മണ്ഡലം അല്ലല്ലോ ഇത്. LDF വോട്ട് കൃത്യമായി പോൾ ചെയ്താൽ അവർ ജയിക്കുന്ന മണ്ഡലം അല്ലത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത്തവണ ജനങ്ങൾ, അത് മാത്രമല്ല ഞങ്ങളുടെ മുന്നണിയിലുള്ളവർ മാത്രമല്ല, മറ്റൊരുപാട് ആളുകൾ, ഞാൻ കരുതുന്നു വികസനത്തിന് ദാഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. പലരും എന്നോട് പറഞ്ഞു, ടീച്ചർ ജയിച്ചാൽ ഇന്നൊക്കെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് ശ്രമിക്കും, ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ UDF അങ്ങനെ അനായാസമായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലമൊന്നുമല്ല പേരാവൂർ. ഇക്കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും.